പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവമകളുടെ മുമ്പാകെ എനിക്കായിരിക്കാൻ കർത്താവിടെ വരുത്തി കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാനൊരു വചനം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നൊരു ചിന്ത ദൈവമക്കളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 13-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 വർഷമായി കൂനിയായി ഇരുന്നൊരു സ്ത്രീയുടെ അവിടെ സൗഖ്യമാക്കുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നു. നിവരുവാൻ കഴിയാതെ വണ്ണം ആയിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. യേശു ആ സ്ത്രീയെ കണ്ടിട്ട് അവളെ അടുക്കൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ രോഗബന്ധനം ഇവിടെ അഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ തന്നെ സൗഖ്യം പ്രാപിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനൊരു ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അതിനകത്ത് 18 വർഷമായി ആ സ്ത്രീ അനുഭവിക്കുന്നൊരു വേദനയായിരുന്നു, നിവരാൻ കഴിയാത്തൊരനുഭവം. അല്ലെ, അവൾ സാധാരണഗതിയിൽ പള്ളിയിൽ വരുന്നത് പോലെ പള്ളിയിൽ വരുന്നു, അല്ലെങ്കിൽ വളരെ പ്രാർത്ഥിച്ചു കാണും. ഒരുപാട് വർഷങ്ങളായി 18 വർഷവും ആ പള്ളിയിൽ വരുമ്പോഴൊക്കെയും ഒരുപക്ഷെ ആ സ്ത്രീയുടെ പ്രാർത്ഥന അതായിരിക്കാം, എനിക്കൊന്ന് നിവരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരിക്കാം. പക്ഷെ 18 വർഷമായി കൊണ്ടു നടന്ന, അല്ലെങ്കിൽ കൂനിയായിട്ട് നിവർന്നു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നടന്ന ആ ഒരു ഭാഗത്ത് അവിടെ അന്ന് പകൽക്കാലം യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവളെ അടുക്കൽ വിളിച്ചു. കർത്താവിൻ്റെ കരം അവൾക്ക് നേരെ ഉയർത്തുകയാണല്ലേ. അവിടെ വർഷങ്ങളായിട്ട് മറുപടി ലഭിക്കാതിരുന്നൊരു വിഷയത്തിനകത്ത് കർത്താവിൻ്റെ കരം ഉയർന്നപ്പോൾ അവിടെ വിടുതൽ പ്രാപിച്ചു. അല്ലെ, ആ സ്ത്രീക്ക് അവിടെ രോഗബന്ധനം അഴിഞ്ഞു. അപ്പോൾ അവിടെ പറയുന്നു, പ്രത്യേകം എഴുതിയിരിക്കുന്നു, രോഗമല്ല, രോഗബന്ധനമായിരുന്നു. അപ്പം ബന്ധനത്തെ അഴിക്കാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോൾ അവളെ വർഷങ്ങളായി അവളെ നിവരാൻ കഴിയാത്ത അനുഭവത്തെ കുനിച്ചു കളഞ്ഞ ശത്രുവിൻ്റെ പദ്ധതി അവിടെ ജയിക്കുകയാണ്. അവൾ വിടുതൽ പ്രാപിക്കുകയാണ്, നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ഈ വചനത്തിലൂടെ കർത്താവ് എന്നോട് ഇടപെട്ടൊരു ചിന്ത, വർഷങ്ങളായി അല്ലെങ്കിൽ നാളുകളായി നമ്മുടെ ജീവിതത്തിൽ നിവരാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ലജ്ജിച്ച് നിൽക്കേണ്ട ചില അവസരങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകരെന്നെ കേൾക്കുന്നുണ്ടാവുക. അവരോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു ചിന്ത, വർഷങ്ങളായി നീ കുനിഞ്ഞു നിൽക്കുകയാണോ? നിനക്ക് നിവരാൻ കഴിയുന്നില്ലേ? നിന്റെ ജീവിതത്തിനകത്ത് ഭാരങ്ങൾ കൊണ്ട് അല്ലെ നിനക്ക് കുനിഞ്ഞു പോകുന്നൊരവസ്ഥ, നിന്റെ ചുമരിൽ മേൽ വളരെ ഭാരം കൊണ്ട് നീ കുനിഞ്ഞു പോകുന്നൊരവസ്ഥ, അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയാ, നിവരാൻ കഴിയാത്തൊരനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവ് എന്ന് പകൽക്കാലം പറയുക, നിന്റെ മേൽ എൻ്റെ കരം നീട്ടും, നീ അത് നിവരുക തന്നെ ചെയ്യും. നീ ഇത്രയും നാൾ വഹിച്ചുകൊണ്ട് നടന്ന ചില ഭാരങ്ങളെ ഞാൻ ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റുമെന്ന് കർത്താവ് പറയുക. അവിടെ വെളിപ്പെടണമെങ്കിൽ, അവിടെ ഒരു വിടുതൽ വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? കർത്താവിൻ്റെ കരം അവിടെ നീട്ടണമല്ലേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്ധി പ്രാർത്ഥിക്കുക, കർത്താവെ, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത വിഷയോ, എൻ്റെ ചുമലിൽ ഒരു ഭാരമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഞാൻ ഒരുപാട് എടുത്തു പോയി, ഒരുപാട് പേരെടുത്ത് ആശ്രയം പ്രാപിച്ചു, എനിക്ക് ഒരു രീതിയിൽ ഒരു വിടുതൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില ഭാരപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കെ ഇന്ന് പകൽക്കാലം കർത്താവെ, എൻ്റെ മേൽ ആ കരം ഒന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ നീട്ടും. നീ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, നീ ചുമക്കുന്ന ചില ഭാരങ്ങളെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയോ? നീ ചുമക്കുന്ന ചില വേദനകളെ നീക്കാൻ കർത്താവിന് കഴിയോ? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ട് ഈ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാഗ്ദത്തം ചെയ്തൊരു കർത്താവാ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ നീ ഒരിക്കലും കുനിഞ്ഞിരിക്കേണ്ടി വരത്തില്ല, നിന്നെ നിവർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടും. നിങ്ങൾ ഈ വർഷങ്ങളായി ചുമന്നുകൊണ്ട് നടന്ന ഭാരം, വർഷങ്ങളായി നിങ്ങൾക്ക് മറുപടിയില്ലാത്ത വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടാൽ അതിന് ഒരു മറുപടി ഉണ്ടാകും. കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. സ്തോത്രം. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.